വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ ആദിവാസി വയോധികൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. 20 ലക്ഷം രൂപ സഹായധനവും കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരം ജോലിയും നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കടുവകളുടെ പ്രജനന കാലമായതിനാൽ ജാഗ്രത പുലർത്തണമെന്നാണ് വനം വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്ടിൽ നിന്ന് ജയരാജ് ബത്തേരി വിവരങ്ങളുമായി. ജയരാജ്, വലിയ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട് അവിടെ. പക്ഷേ അതിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പ്രജനന കാലമാണ്. കൂടുതൽ അപകടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയാണ്. ഇപ്പോൾ ഏത് നിലയ്ക്കാണ് വനംവകുപ്പ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? ഇന്നലെയാണ് വയനാട് പുൽപ്പള്ളിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു വയോധികൻ കൊല്ലപ്പെടുന്നത്. കാപ്പിസെറ്റ് ദേവർഗദ്ദ ഉന്നതിയിലെ മാരൻ എന്ന് വിളിക്കുന്ന കൂമൻ എന്ന 65 വയസ്സുള്ള വയോധികനാണ് വനാതിർത്തിയിൽ വിറക് ശേഖരിക്കുന്നതിനിടെ കടുവ കൊലപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. സഹോദരി കുള്ളിക്കൊപ്പം വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് സംഭവം നടക്കുന്നത്. വിറക് ശേഖരിക്കുന്നതിനിടെ കൂമനെ കന്നാരമ്പുഴയോരത്ത് നിന്ന് കടുവ പിടികൂടി കാട്ടിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബഹളം കേട്ട് പ്രദേശവാസികൾ എത്തിയെങ്കിലും കടുവയെ കണ്ടില്ല. തുടർന്ന് വനപാലകർ പരിശോധന നടത്തി. 1 കിലോമീറ്ററോളം അകലെ വനത്തിലാണ് മൃതദേഹം കണ്ടത്. സഹോദരി കുള്ളി ഈ അവസരത്തിൽ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണെന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നീട് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ കുടുംബത്തിന് ആദ്യഘട്ടമായി 10 ലക്ഷം രൂപ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മകന് ജോലി നൽകും. ഇതിൽ 6 ലക്ഷം രൂപ അടിയന്തര സഹായമായി ഇന്ന് നൽകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്. വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയ, അതുപോലെ തന്നെ തഹസിൽദാർ പ്രശാന്ത്, ഡിവൈഎസ്പി ജോൺസൺ തുടങ്ങിയവർ സ്ഥലത്തെത്തി. അതേസമയം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടുവരുമ്പോൾ 20 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകിയില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണെന്നാണ് അറിയുന്നത്. 9 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. തുടർന്ന് മൃതദേഹം ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് പറഞ്ഞതിനാൽ തന്നെ കലക്ടർ സ്ഥലത്തെത്താനും ബന്ധുക്കളുമായി സംസാരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനിടെ നഷ്ടപരിഹാരം കൂടുതൽ നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും എന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയതായും ഇപ്പോൾ അറിയുന്നുണ്ട്. ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പനമരത്തിറങ്ങിയ കടുവയാണ് ഇതെന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പ്രാഥമിക കണ്ടെത്തലിൽ ആ കടുവ അല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് നിരവധി മനുഷ്യജീവനുകളാണ് കടുവ ആക്രമണത്തിൽ ഇതുവരെ പൊരിഞ്ഞത്. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഒരു സർക്കാരിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നാട്ടുകാർക്ക് ഇത്രയേറെ പ്രതിഷേധം വരാനുള്ള കാരണം. കാടും നാടും തമ്മിൽ വേർതിരിക്കണമെന്ന ആവശ്യം കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ കടുവകളുടെ പ്രജനന കാലമാണ്. അതിനാൽ തന്നെ ഇണ തേടിയും അതുപോലെ തന്നെ ഇണ ചേരാനുമൊക്കെയായി കടുവകൾ തിരിഞ്ഞു നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നവംബർ മുതൽ ഏപ്രിൽ മാസം വരെയാണ് ഈ പ്രജനന കാലം എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ദൂര സ്ഥലങ്ങളിലേക്ക് കടുവ സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. എന്തായാലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം മനുഷ്യജീവനുകൾ പൊലിയാൻ സാധ്യത കൂടുതലാണ്. ശ്രീജ. ശരി, ജയരാജാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.